പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമുക്ക് നൂഡിൽസ് പലതരത്തിൽ ആളുകൾക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രുചിയാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അമേരിക്കൻ ചോപ്സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം നൂഡിൽസ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ ചേർത്തിലാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് നൂഡിൽസ് നമ്മൾ സാധാരണ വെള്ളത്തിലിട്ട് കുറച്ച് അവരെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് ഇങ്ങനെയൊക്കെ കഴിക്കില്ലേ, അതാണ് നമ്മൾ സാധാരണ ഇവിടെ വീടുകളിലൊക്കെ കണ്ടുവരുന്നത്. അപ്പോൾ അതിലൊരു മാറ്റം വരുത്താനായിട്ട് നമുക്ക് ഇരിക്കേണ്ട സാധനങ്ങൾ കാബേജിൽ ഇങ്ങനെ കനം കുറച്ചാണ് അരിഞ്ഞത്, പിന്നെ ക്യാരറ്റ് ഇതുപോലെ നീളത്തിലരിഞ്ഞത്, ക്യാപ്സിക്കം ഇങ്ങനെ നീളത്തിലരിഞ്ഞത്, വെളുത്തുള്ളി കുനുകുനിലരിഞ്ഞത്, പിന്നെ ചിക്കൻ ചെറിയ പീസുകളായിട്ടുള്ളത് കണ്ട, ഇങ്ങനത്തെ ചെറിയ കഷ്ണങ്ങളായിട്ടുള്ളത് കുറച്ച്, പിന്നെ ഒരു കുഞ്ഞൊരു സവോള ഇങ്ങനെ അരിഞ്ഞത്, പിന്നെ നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ സാലറിയുടെ തണ്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര, ഒരു 2 ടീസ്പൂണിലേക്കാളധികം കോൺഫ്ലവർ, ഒരു കോഴിമുട്ട, പിന്നെ ഇതിൽ ഉപ്പ്, പിന്നെ കുരുമുളക് പൊടി, പിന്നെ ടൊമാറ്റോ സോസ്, സോയ സോസ്, വെള്ളം, പിന്നെ നമ്മുടെ നൂഡിൽസ് കണ്ട ഈ നൂഡിൽസ്, പിന്നെയുള്ളത് സൺഫ്ലവർ ഓയിൽ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടാ ചിക്കൻ വേവിക്കാൻ പോണ്. ചിക്കൻ ചെറുതായിട്ടൊന്ന് വേവിക്കണം. ചെറുതായിട്ടല്ല, ശരിക്കും വേവിക്കണം. തീ കത്തിക്കണം കേട്ടോ. ഭയങ്കര കാറ്റ്. അപ്പോൾ കുറച്ച് വെള്ളം കണ്ട, ഇത്തിരിക്ക് വെള്ളം അടുത്ത് വയ്ക്കണം. പിന്നെ നമ്മളെ 200 ഗ്രാമോളം നൂഡിൽസാണ് നമ്മൾ ഈ നൂഡിൽസാണ് എടുക്കുന്നത്. ഇത് 500 ഗ്രാം ചെയ്യുന്നുണ്ട് പാക്കറ്റ്. നമ്മളിതിൻ്റെ ഒരു 200 ഗ്രാം എടുക്കും, എന്നിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ നൂഡിൽസ് വേവിക്കാനൊക്കെ നിങ്ങൾക്കറിയാലോ, നമ്മൾ വെള്ളം അടുപ്പത്ത് വയ്ക്കണം. ഇതിലും വെള്ളമുണ്ട്. നമ്മുടെ ഇതിലത്തെ വെള്ളം തിളച്ചു തുടങ്ങിയിട്ട്, അപ്പോൾ നമ്മൾ ചിക്കൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ ഇത് ഇങ്ങനത്തെ ചെറിയ എല്ലില്ലാത്ത ചെറിയ കഷ്ണങ്ങളാണ് കണ്ട. ഇതെന്തോരം വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ അത് നമ്മുടെ ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഇടുന്നു കേട്ടോ. കഴുകി വെടുപ്പാക്കിയിട്ടുള്ളതാണത്. ഇതിലേക്ക് ഇത്തിരി കുരുമുളക് പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, എന്നിട്ട് തിളക്കുക. കണ്ട തിളച്ച വെള്ളത്തിലേക്കിട്ടായിരുന്നു പെട്ടെന്ന് തന്നെ വേവും. എന്നിട്ട് കുറച്ച് നേരം മൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം പെട്ടെന്ന് വേവും. അപ്പോഴേക്കും നമ്മുടെ ഇത് നൂഡിൽസ് വേവാനുള്ളത് തിളയ്ക്കാൻ പോകണല്ലോ കേട്ടോ. ഈ കാറ്റ് വലിയൊരു ശല്യമാണ്. സരിതവിടെ ക്ലാസ് എടുക്കുക, ജഗുണ് നമുക്ക് ഷൂട്ട് ചെയ്യുന്നത്. നമ്മുടെ ഈ ഇറച്ചി ഇതേണ്ട വെന്തുട്ടാ. അപ്പോൾ ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ നൂഡിൽസില്ലേ, നൂഡിൽസിൻ്റെ ഈ വെള്ളം അപ്പോൾ തിളക്കാറായി തുടങ്ങി. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. പിന്നെ നോക്കിയാൽ ഒരു സ്വല്പം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് ഇളക്കുക. വെള്ളം തിളയിലേക്ക് കിടന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ നൂഡിൽസില്ലേ നൂഡിൽസ് ഇത് നമുക്ക് ഒരു പറഞ്ഞ പോലെ ഒരു 200 ഗ്രാം അങ്ങോട്ട് ഇടാം. ഇപ്പോൾ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ 250 ഗ്രാമാണ്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ നിങ്ങൾക്ക് ഏത് നൂഡിൽസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇതിരിക്കുന്നു കൈ പൊള്ളും. നമ്മുടെ നൂഡിൽസ് തിളച്ച് ഒരു 5 മിനിറ്റ് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെന്തുണ്ടാവും. ഊറ്റിയെടുക്കാം കേട്ടോ. ഇതൊന്നൊക്കെ ഒന്ന് വെറുതെ നിന്ന് കഴുകണം കേട്ടോ. വെറുതെ നിന്ന് കഴുകണം കേട്ടോ. ഒരു ചെറിയൊരു പശീൻ്റെ അത്രേ ഉള്ളൂ. ഇനി വെള്ളം കംപ്ലീറ്റ് ആണ്ട് വാന്ന് പോയിക്കോട്ടെ. ഇനി നമ്മൾ ഈ നൂഡിൽസിനെ ഫ്രൈ ചെയ്യാൻ പോകും കേട്ടോ. ഫ്രൈ ചെയ്യുന്നത് നമ്മൾ സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ നമ്മൾ വീണ്ടും തീ കത്തിക്കുന്നു. നമ്മൾ ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുന്നു. നമ്മുടെ പാത്രം ചൂടായി. അപ്പോൾ നമ്മളിലേക്ക് സൺഫ്ലവർ ഓയിൽ കേട്ടോ കുറച്ച്, അതിലാണ് ഇത് വറുത്തെടുക്കുക. ഭയങ്കരമായിട്ട് വേണ്ട, എന്നാലും കുറച്ചെങ്കിലും വേണം. ചിലവർ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നേരിയ ഇതിൽ ഒഴിച്ചിട്ട് വെറുതെ ഫ്രൈ ചെയ്യുള്ളൂ. ഓയിൽ ചൂടായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടി നമുക്ക് നമ്മുടെ
ഈ സാധനത്തിനില്ലേ ഇതിനെ നമുക്ക് ഇരിക്കേണ്ടി വയ്ക്കാം. ഒരു സൈഡായിട്ടുണ്ടാവുന്നതുകൊണ്ട് കേട്ടോ. നോക്കി നോക്കാം, നമുക്ക് ഇത് മറച്ചിടാം. കാരണം ഞാൻ അത്രയ്ക്കധികം ഓയിൽ എടുക്കാത്ത കാരണേ കണ്ട ഒരുപാട് കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടാ. കരിഞ്ഞിട്ടില്ല. ശരിക്കും മുങ്ങി കിടക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടാവും. മെല്ലെയുള്ള കാറ്റാണ് വലിയൊരു പുലിവാല്. അങ്ങനെ നമ്മളെ ഈ സാധനം ദേവാനി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതെ ഇത് ഇങ്ങനെ ചൂടുണ്ട്. അപ്പം നമ്മളെ ഇതാണ് ഇങ്ങനെ ക്രിസ്പി ആയിരിക്കണം. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. ഇതിനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കളറ് കയറ്റി പടയ്ക്കാൻ പറ്റും. ഇന്ന് എടുക്കാത്തിരി ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. ഇതിനെ എനക്കാണ്ട് എന്തുവാടാ ഇതേ ഈ പ്ലേറ്റിലേക്ക് എടുത്ത് വയ്ക്കുക കേട്ടോ. ശരിക്കും ഈ പ്ലേറ്റിലേക്ക് എടുത്ത് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഇത്രയ്ക്കധികം ഓയിൽ വേണ്ട, നമുക്ക് കുറച്ച് സംഗതികൾ ചെയ്യാണ്ട്. അപ്പോൾ ഇതിലത്തെ കുറച്ച് ഓയിൽ നമുക്ക് മാറ്റണം. ഈ നോക്കിയില്ല ഭയങ്കര ഇതിൻ്റെ അടിയിൽ ചില ഈ നൂഡിൽസിൻ്റെ ഉണ്ട്, അത് നമുക്ക് വേണ്ട. അപ്പോൾ നമുക്ക് ആദ്യം പുതിയ നമുക്ക് ഇതിലത്തെ നൂഡിൽസിൻ്റെ ഇത് കളഞ്ഞിട്ടേ ഇപ്പോൾ ആ തടപ്പത്ത് വെച്ചിട്ട് നമ്മളൊരു കാര്യം ചെയ്യാണ്ട് നമ്മുടെ ഈ കോൺഫ്ലവറിൽ 2 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടില്ലേ, അതിൽ ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതേ ഒന്ന് കലക്കി വയ്ക്കുക കേട്ടോ. ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കി വയ്ക്കണം. ഇത്രയുള്ള വേറെ ഒന്നുമില്ല. നമ്മുടെ പാത്രം വീണ്ടും അടപ്പത്ത് വെച്ചു. അതിലേക്ക് ഒരു സ്വല്പം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അത് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ചെറിയൊരു സവാള ഇങ്ങനെ അരിഞ്ഞത് ഇടാം, ഇളക്കാം. പിന്നെ അതിലേക്ക് തന്നെ ഒരു നമ്മുടെ വെളുത്തുള്ളി കുനുകുരുന്ന് അരിഞ്ഞില്ലേ അതും ഇടാം കേട്ടോ. ഒരു 5-6 വെളുത്തുള്ളി അല്ലിയാണ് ഇളക്കാം. ഇത് ഭയങ്കരമായിട്ടാണ്ട് വാടണ്ട കേട്ടോ. ഇത് നമ്മൾ ഈ ഇറച്ചിക്കൊക്കെ വയ്ക്കുന്ന പോലെ ഇങ്ങനെ വല്ലാണ്ടാണ്ട് വാട്ടിയെടുക്കണ്ട. ഈ വെളുത്തുള്ളിയും സവാളയിലേക്ക് ഒരു പച്ചമണം പോകുമ്പോൾ അതിലേക്ക് ക്യാരറ്റ് നീളത്തിലരിഞ്ഞതില്ലേ അതാവില്ല. ക്യാരറ്റിന് ഒരു സ്വല്പം മൂപ്പ് കൂടുതലാണല്ലോ. 1 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ക്യാപ്സിക്കം അരിഞ്ഞതില്ലേ നീളത്തിലരിഞ്ഞതിടാം. പിന്നെ ഈ ക്യാബേജ് നീളത്തിലരിഞ്ഞിടാം. എന്നിട്ട് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ സാലറി ഇടാം കേട്ടോ. സാലറി തണ്ട് അരിഞ്ഞതില്ലേ അതിടാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിടാം കേട്ടോ. ഉപ്പിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ 1 ടീസ്പൂൺ പഞ്ചസാര ഇടാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഒരു അപാരമായ മണം വന്ന് തുടങ്ങിയിട്ടാണ് നല്ല. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ്. ചിലർ ഇതിൽ കളറ് ചേർക്കൂട്ടാ, കളറ് നമുക്ക് ചേർക്കണ്ട. പിന്നെ ഇതിലേക്ക് സോയാ സോസ് ഒരു 1.5 ടീസ്പൂൺ സോയാ സോസ് ഒഴിക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനില്ലേ വെള്ളം അടക്കാണ്ട് ഒഴിച്ചോ. ഇത് നാടൻ കോഴീന് കേട്ടോ, അതിന് നമ്മുടെ ഇറച്ചിക്ക് ഒരു ചെറിയൊരു വ്യത്യാസം. എന്നിട്ട് ഇളക്കാം. വേണ്ട ചെറിയൊരു തിളാര ഇതൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ചാറ് ചെറുതായിട്ട് കുറുക്കി തുടങ്ങി. മധുരം, പുളി, കുറേ സമ്മിശ്രമായിട്ടുള്ള കുറേ സംഗതികളാണ് ഇതിൽ ചേർന്ന് പോകുന്നത് കേട്ടോ. നമ്മുടെ ഈ കോൺഫ്ലവർ കലക്കിയതില്ലേ അത് ഇതിലേക്കാണ്ട് ഒഴിക്കുക.
ഇതിൽ കളർ പൊടിയൊക്കെ ഇട്ട് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജാതി ചുവപ്പ് കളർ വരും കേട്ടോ. നമ്മൾ അത്രയ്ക്ക് ചുവപ്പ് കളറ് അങ്ങനെ ആക്കണില്ല. ഇതിൽ ചിലർ അജിനോമോട്ടയ്ക്ക് ഇടും, നമ്മളങ്ങനെയൊന്നും ചെയ്യണില്ല. അങ്ങനെ ഇതേ കട്ടി കുഴമ്പ് രൂപത്തിലായിട്ടാ അടിപൊളി സാധനം, നല്ല മണം വന്നു തുടങ്ങി. അപ്പം നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് നൂഡിൽസിൻ്റെ മുകളിൽ ഇതങ്ങോട്ട് ഒഴിക്കുക. ഇതിന് ഭയങ്കര ചൂടാട്ടാ ഇതാണ്. എന്നിട്ടൊന്ന് ഇതിനെ ഒന്ന് പരത്താണ്. ഇനി നമുക്കൊരു ബുൾസൈ ഉണ്ടാക്കണം. കണ്ട പരത്തി ഭംഗിയാക്കി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ സ്പ്രിംഗ് ഓണിയല്ലേ അത് ഇതിൻ്റെ മീതിൽ നിന്ന് വിതറണം. സാധനം ഗ്ലാമറായി. ഇത് ചിലവർക്ക് നമുക്ക് വെജിറ്റേറിയൻ ആളുകളാണ്. അപ്പോൾ നമുക്ക് ഇതിന് പകരമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ ചിക്കന് പകരം കൂൺ ഉപയോഗിക്കാം കേട്ടോ. കൂൺ ഉപയോഗിക്കാം, പിന്നെ ചെമ്മീൻ ഉപയോഗിക്കാം, നമുക്ക് ബീഫ് ഉപയോഗിക്കാം, അങ്ങനെ പല പല സാധനങ്ങൾ ഉപയോഗിക്കാം. മുകളിലിപ്പോൾ നമുക്ക് ഈ കോഴിമുട്ട ഈ നോണാണല്ലോ, അപ്പോൾ കോഴിമുട്ട വേണ്ട, അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ കഴിച്ചാലും മതി, കുഴപ്പമില്ല കേട്ടോ. ഇതാണ് നല്ല ഭംഗിയായിട്ടുണ്ട്. നമ്മൾ ഈ ചീഞ്ചട്ടിയിലേക്ക് ഒരു സ്വല്പം ഓയിൽ ഒഴിക്കണം കേട്ടോ. നമ്മുടെ നോൺ സ്റ്റിക്കല്ല, നോൺ സ്റ്റിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ചിലപ്പോൾ ഓയിൽ ഒഴിക്കേണ്ട ആവശ്യം വരില്ല. ബുൾസൈ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നോൺ സ്റ്റിക്കിലാണ് ഇപ്പോൾ ഒരുവിധം പേരൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ തന്നെ ഇതിരിക്കേണ്ട എടുത്ത് വയ്ക്കാം. നമ്മുടെ കോഴിമുട്ടയാലും ചിലപ്പോൾ ഉണ്ണി ചിലപ്പോൾ പൊട്ടിട്ട ആളാണ്. എൻ്റെ ദൈവം ഉണ്ണിക്കൊരു തകരാറ് സംഭവിച്ചു കേട്ടാ, ഉണ്ണി അടിച്ചു പോയി. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ ഉണ്ണിക്ക് പകരം അല്ല ഈ കോഴിമുട്ട വേണ്ട കേട്ടാ, നമുക്ക് വേറെ ഒരു കോഴിമുട്ട എടുത്തുകൊണ്ട് ഇതെടുക്കണില്ല കേട്ടാ. വെന്തോട്ടെ ഒരു കോഴിമുട്ട വേഗം ഓടിച്ച് നിർത്തോട്ടെ കേട്ടാ. ഈ കോഴിമുട്ട വേണ്ട കേട്ടോ നമുക്ക്. അല്ല ആളെ ഈ ഉണ്ണി പൊട്ടി വേറൊരെണ്ണം ബുൾസൈ. അതെന്താണെന്നറിയോ, അതെ നമ്മുടെ വീട്ടിലത്തെ കോഴിമുട്ടയേനെ, നമ്മുടെ വീട്ടിലത്തെ കോഴിമുട്ടയേനെ ഉണ്ണികൾ പെട്ടെന്ന് കലങ്ങും. നമ്മൾ വാങ്ങിക്കുന്നതാണെങ്കിൽ ചിലപ്പോൾ അത്രയ്ക്ക് ഇത് നിൽക്കില്ല എന്ന് തോന്നുന്നു. അല്ല അത്രയ്ക്ക് നിൽക്കില്ല എന്നല്ല, കൂടുതൽ സമയം നിൽക്കും ചിലപ്പോൾ. അല്ല പൊട്ടില്ല, കോഴിമുട്ടേരെ ഉണ്ണി പൊട്ടില്ല, അതാണ് ഞാൻ പറയാൻ വന്നത്. ബുൾസൈ എടുത്തു ശരിക്കും സെൻറ്ററിൽ കൊണ്ടു വയ്ക്കണോ. ഇത് സൈഡിൽ വേണമെങ്കിൽ വയ്ക്കാം, സെൻറ്ററിൽ വയ്ക്കാം. നമ്മൾ സെൻറ്ററിൽ ശരിക്കും വെച്ചു. അങ്ങനെ നമ്മുടെ അമേരിക്കൻ ചോപ്സി റെഡിയായിരിക്കുന്നു. അപ്പോൾ സരിത ക്ലാസ് എടുക്കുന്നിടത്ത് വന്നു കേട്ടാ. ഇതിന്റെ മണം വന്നോടന്നോ. അപ്പൊ നമ്മള് ഇത് കഴിക്കാൻ പോകും. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പോലെ തിന്നാണ്ട് ഒരു ബുൾസൈ. ഇതിന്റെ ബുൾസൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബുൾസൈയില് അല്ല ഇത് അതാണ് ഈ പൊട്ടിച്ച് ഒലിച്ച് തിരിക്കാൻ ഇറങ്ങണം എന്നാണ് പറയാ. അങ്ങനെ കഴിക്കണം ശരിക്കും, അതാണ് എന്റെ രീതി. പക്ഷെ ഇവർക്ക് അത് അങ്ങനെ ഇഷ്ടമില്ല. അപ്പൊ ഇവര് കാടമുട്ട ബുൾസൈ എനിക്ക് നല്ല ഇഷ്ടാ. അതിങ്ങനെ മുരിച്ച് അതില് കുരുമുളക് പൊടി ഉപ്പും ഇട്ടിട്ട് സാരില്ല. അപ്പൊ നിങ്ങളെ ഇഷ്ടം പോലെ കഴിച്ചോ. പൊട്ടിച്ചെടുക്കണം കേട്ടാ. പൊട്ടിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്രിസ്പി ആയിരിക്കും. അത് മിക്സ് ചെയ്തിട്ടാണ് എടുക്കുക, കോഴിമുട്ടയും കൂടി ചേർത്തിട്ടാണ് കഴിക്കുക. ഇതാ ഞാൻ എടുക്കണ എന്റെ ഇടയിൽ വന്ന് മാന്തലവിടെ കയ്യിലിങ്ങണ കാണിക്കണം. ഞാൻ എടുക്കട്ടെ, ഒരു സൈഡിൽ നിന്ന് എടുക്കട്ടെ, എടുത്തിട്ട് നിനക്ക് തരാം. കണ്ട ഞാൻ കറക്റ്റ് എടുത്തിട്ട് ഒരു പീസിന് എടുക്കണ എന്റെ ഇടയിൽ വന്നിട്ട് അവൻ മുറിച്ചു. വായ ചൂടില്ല, എന്നിട്ട് വായ പൊത്തി പിടിക്കുന്നു. പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വലിപ്പം കൂടി പോയില്ല ജഗ്ഗ. നീ സരിത വലിപ്പം കുറവില്ല സരിതര ആനവായിൽ കഴിക്കാം. ഞാൻ കഴിച്ചോണ്ട് അത് നിങ്ങൾ കഴിക്കും, എനിക്ക് ഷൂട്ട് ചെയ്യണ്ടേ.
എന്നിട്ടാ സാധനം ഒതുങ്ങണില്ല. ഒതുങ്ങണില്ലല്ലേ? കോഴിമുട്ട കൂടി ചേർത്ത് കഴിക്കണം കേട്ടാ. എങ്ങനെയുണ്ട് സാധനം? അടിപൊളി. അമേരിക്കൻ ചോപ്സ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ജിത്ത് പറഞ്ഞിട്ടാ. ജിത്ത് ഇത് ഫ്രൈ ചെയ്തല്ലേ? സാധാരണ നമ്മുടെ നൂഡിൽസ് എന്ന് പറയുമ്പോഴേ ഒതുങ്ങുമല്ലോ, വയലിക്ക് ഇങ്ങനെ വെച്ച് കൊറേ വെച്ചാലും അവിടെ ഒതുക്കാൻ പറ്റും നമുക്ക്. ഇത് ഫ്രൈ ചെയ്തതിനൊക്കെ വടി പോലെ നിൽക്കണേ, ഒതുങ്ങണില്ല. ആണ് പ്രശ്നം. അടിപൊളിയാ. എനിക്ക് ഇങ്ങനത്തെ ടേസ്റ്റ് ഈ സോസും അല്ല, അതിലാ കോഴിമുട്ടയും കൂടി ചേർത്ത് കഴിയുമ്പോഴാണ് ആ കോഴിമുട്ടയുടെ ഉണ്ണിയില്ലേ അത് അതിലേക്ക് അലിഞ്ഞിറങ്ങണം. എന്നിട്ട് അതുകൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് അതിന്റെ പ്രത്യേക ടേസ്റ്റ് വരെ. ചേട്ടൻ അതുമാതിരി കഴിച്ചിട്ട് അതിന്റെ ടേസ്റ്റ് ചേട്ടൻ പറയും. രഘുവിന് ഇത് വേണം. ആനക്കൊമ്പ് ഇത് പറയണ കേട്ടിട്ടുണ്ട്, നല്ലാണ്ട് കഴിച്ചിട്ടില്ല ഇതുവരെ ഈ സാധനം. ഇത് നമ്മുടെ തുന്തുരുവിന്റെ റെസിപ്പിയാണ് കേട്ടോ. തുന്തുരുവിന്റെ ബുക്കിൽ നിന്ന് നമ്മള് മറ്റേ ഇതിന് അടിച്ചിട്ടുള്ളതാണ്. ഉണ്ടാക്കിയാരാന്നൊക്കെ പറയാറുണ്ട്. എന്തിനൊക്കെ വാങ്ങിക്കണം ഞാൻ പറയേ. ജിത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് പേരാവും പറ, പണ്ട് എപ്പോഴോ പറഞ്ഞിട്ടുള്ളതാ. അവിടുത്തെ അമേരിക്കൻ ചോപ്സ് നല്ല ടേസ്റ്റാണ്. അപ്പം ചേട്ടനോട് പറയുമ്പോഴൊക്കെ പറയും അത് ഞാൻ ഉണ്ടാക്കിയാരല്ലോ, സിമ്പിളാണ്. ഉണ്ടാക്കിയത് ഇപ്പോഴാന്ന് മാത്രം. സരിതര വായില് 2 ആനക്കൊമ്പ്. ഈ പുറം ഭാഗം ഫ്രൈ ആയിട്ടുള്ളൂ അല്ലേ? ഒരു മൽപ്പിടുത്തം നടത്തേണ്ടി വരും അതിന് കിട്ടണമെങ്കിൽ. ഭയങ്കര ഫ്രൈ ആയിട്ടുള്ള നൂഡിൽസ് നല്ല ക്രിസ്പി ആയിട്ട്. കോഴിമുട്ട കൂടി ചേർത്ത് കോഴിമുട്ട എടുത്താ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കരുത് കേട്ടോ. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കരുത്. ഒലിവ് ഓയിലില്ല, സൺഫ്ലവർ ഓയിൽ. അമേരിക്കൻ ചോപ്സ് എന്ന് പറയുമ്പോൾ അമേരിക്കക്കാരുടെ ആണോ അത്? ചൈനയും ഇറ്റലിയൊക്കെ മിക്സ് ചെയ്യുന്നതാണ്. അതെ. അപ്പം എന്താ സൺഫ്ലവർ ഓയിൽ? അവരൊക്കെ ഒലിവ് ഓയിലല്ലേ ചെയ്യാ? വലിയൊരു കഷ്ണം. മനസ്സിലായില്ലേ കഴിക്കാനുള്ള ബുദ്ധിമുട്ട്? റെസ്റ്റോറന്റിൽ ഇരുന്ന് കഴിക്കാൻ ഭയങ്കര പാടാവും. അവരിങ്ങനെ ഫ്രൈ ആക്കില്ല. കോഴിമുട്ട കഴിക്കുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് ശരിക്കും കൂടുതൽ വരുന്നത്. കാലൊക്കെ സാധനം. അപ്പൊ അങ്ങനെ അമേരിക്കൻ ചോപ്സ് സരിതയ്ക്കും ചേക്കുവിനും ഉണ്ടാക്കി കൊടുത്തേ. അല്ല, ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നില്ല എന്നല്ല പറഞ്ഞത്. അപ്പം നിർത്താം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.